ഇന്ന് നമുക്കേ കുറച്ച് മത്തിയുടെ മുട്ട കിട്ടിയേ. ഇത് ഇത്രയും കിട്ടിയത് എവിടെ നിന്നറിയോ? നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഫിഷ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന. അപ്പം പുള്ളി കൊണ്ടു തന്ന കേട്ടോ. നമ്മുടെ ഈ മുക്കംകാരൻ, നമ്മുടെ അയൽവാസി തന്നെയാണേ. എൻ്റെ അമ്മയൊക്കെ ഇല്ലേ മത്തിയുടെ മുട്ട ഉണ്ടെങ്കിൽ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ, ഒന്നുകിൽ പീര വെക്കും, അല്ലെങ്കിൽ നമുക്ക് വറുത്ത് തരും, മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചു തരും. ഇന്ന് ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നറിയോ? ചുട്ടെടുക്കാൻ പോവാ. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഇതാ ഇത്രയും മുട്ടയുണ്ട്. ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തു, കാന്താരി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചതച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും കൂടെ ചേർക്കണം, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇച്ചിരി പുളിവെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് വേണ്ടിയത്. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കരിയാപ്പല ചതച്ച് വെച്ചത്, ആ ഫ്ലേവർ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാന്താരി ചതച്ചത്, നല്ല എരിവൊക്കെ വേണം കേട്ടോ. ദേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കുറച്ച് ചെറിയുള്ളി ചതച്ചത്, അതിലേക്ക് പാകത്തിന് ഉപ്പ്, അത്രയും വേണം ഉപ്പ്. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ല ഇങ്ങനെ വെളുത്തിരിക്കൂലേ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ പുളിവെള്ളം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ. ഇത്രയും കൂടെ നന്നായിട്ട് അങ്ങ് ഞെരടണം. ഞെരടി എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് മീനിൻ്റെ കഴുകി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അതും കൂടി ഒന്ന് എടുത്തിടണം ഇതിനകത്തോട്ട്. ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തേ. തേങ്ങയുടെ രുചി മാത്രമായി പോരുത് കേട്ടോ, കുറച്ച് തേങ്ങ എടുക്കാവുള്ളൂ. നമുക്ക് ഈ മീനിൻ്റെ ആ ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് ഇതും കൂടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം. ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതവിടെ ഇരിക്കട്ടെ. സ്റ്റൗ ഒക്കെ ഓണാക്കി കണ്ട, നമ്മളൊരു വാഴയില എടുത്ത് വെച്ച് നമ്മുടെ മീനിൻ്റെ മുട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ വാഴയില പൊതിഞ്ഞിട്ടേ, ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കനലിലിട്ട് ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പല രീതിയിലുണ്ടാക്കാം. ഇനി ഇതിനെ വേറൊരു ഇലയിട്ട് മൂടി, തീയൊക്കെ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അവിടെ ഇരുന്ന് അങ്ങോട്ട് വെന്തോട്ടെ. നമ്മുടെ മീൻ മുട്ടയുടെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടണം. ഒരു ഇല വെച്ചു, കണ്ട ഈ ഇല ഇങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ. മറ്റേ സൈഡും കൂടെ അങ്ങ് വേകട്ടെ. മീൻ മുട്ട എന്തായെന്ന് നോക്കണ്ടേ. ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. മീൻ മുട്ട ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തിയുടെ മീൻ മുട്ട കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം, അടിപൊളിയാണ്, എന്നാ ടേസ്റ്റാണ്. ചിലവർക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ, ഉളുമ്പ് ചോദിക്കും അങ്ങനെയൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കുമ്പം നിർബന്ധമായിട്ടും നിങ്ങൾ പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ കാന്താരിയിൽ അങ്ങോട്ട് ചുട്ടെടുത്താൽ എന്നാ പൊളിയാന്നറിയാം. ചോറിന് ഇത് മാത്രം മതി. ചെണ്ടങ്കപ്പയുടെ കൂടെ പറ്റും. കപ്പ പുഴുങ്ങിയിട്ടില്ലേ, ഇന്നും കൂട്ടി തിന്നാം. സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. തിന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പം മത്തിയുടെ മുട്ട ഇച്ചിരി ആണെങ്കിലും കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. കാന്താരി മുളകിൻ്റെ എരിവ് എല്ലാം കൂടെ ആയപ്പോൾ പൊളി ഐറ്റം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.